ജീവിതമേ ലഹരി ഇനിയുമെന്തിനു വേറെ ലഹരി ഗാനമൊരു ലഹരി സ്നേഹമൊരു ലഹരി ജീവിതമേ ലഹരി ഇനിയുമെന്തിനു വേറെ ലഹരി. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. അല്ല, നിങ്ങൾ ഇന്നും കയ്യും വീശ വന്ന്? ഇല്ല, ഞാൻ കൈ വീശുന്നില്ല. നാളെ മുതൽ ഞാൻ കൈ കെട്ടി വരാം. എന്താ നമ്മളെ മോനെ ഓർത്തെങ്കിലും നിങ്ങൾ ആ കൂട്ടി ഒന്ന് കുറക്കി. വീട്ടിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരി. ഞാൻ പട്ടിണി ഇടന്നോളാം. നമ്മളെ മോനെ പട്ടിണിക്കിടാൻ പറ്റുമോ? ഓനെന്താ കൊച്ചുകുട്ടിയാ? ഓനോടെന്തെങ്കിലും പണിക്ക് പോകാൻ പറയടി. അല്ല മനുഷ്യ, ഓന് പഠിക്കണ്ടേ? പഠിപ്പ് നിർത്തി പണിക്ക് പോകാനൊന്നും ഞാൻ പറയൂല. ആൻ കളക്ടറാൻ പോവല്ലേ? അയൽ വീട്ടിലെ പാത്രം കഴുകി ഞാൻ മടുത്ത്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിലേ എനിക്കായിട്ട് പ്രത്യേകത ഒന്നുമില്ലല്ലോ. ഞാനും പണി നിർത്തി പട്ടിണി അടക്കാൻ തന്നെ തീരുമാനിച്ച്. എന്നെങ്കിലും ഒരു ദിവസം മോൻ ഭക്ഷണം കഴിച്ചോ, ഞാൻ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കൂ. നീ എന്തോ ഭീഷണിപ്പെടുത്തുക? ഭീഷണി ഒന്നല്ല, അപേക്ഷയാ. ഇവിടെ എന്താ ഒന്നുമില്ലേ? എനിക്ക് വിശക്കുന്നു. ഓ, ഉറങ്ങുക. മോനെ നല്ല പനിയാ, എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചതാ? എനിക്ക് വിശക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. തന്തയോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എനിക്കിപ്പം കാശ് കിട്ടണം. തൽക്കാലം ഇത് മതി. എടാ, എന്റെ മാല താടാ. എന്റെ കഴുത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ചെയിന, ഓനത് പൊട്ടിച്ചു പോയി. ഒന്നത് വാങ്ങിത്താ. നിക്കടാ അവിടെ, നിക്കടാ, നിക്ക. ഇത് ഞാൻ നോട്ടം വെച്ച മാലയാ, നീ എങ്ങനെ കൊണ്ടുപോണ്ട. എന്താ സദാനന്ദ ഇത്? അന്റെ ഈ ചെയ്തികൾ കണ്ടല്ലേ ഈ ചെക്കൻ ഇങ്ങനെ ആയത്? അന്റെ ഈ കുടി കാരണം ഒരു കുടുംബം ഇല്ലാതാവണത്. ഒരു സാധു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കണോ? പാവം, ആ പെണ്ണിനെ വെറുതെ വിട്. എന്റെ പെണ്ണിനെ ഞാൻ എന്തും ചെയ്യും, തല്ലും കൊല്ലും. എടാ, മാറി നിക്കടാ. അയ്യോ വേണ്ട അമ്മക്ക, ഓനൊന്നും ചെയ്യണ്ട. കണ്ടോടാ ഒരമ്മയുടെ സ്നേഹം. ആ മാലയും കൊടുത്തോടാ. അടുക്കരുത്, അടുക്കരുത്. എന്താ
നീ ചെയ്തത്? നിന്റെ അച്ഛനാടാ ഇത്? അതെന്താ? വാ വാ നടക്ക്. അവനെന്നെ തല്ലുവേടി, അവൻ തല്ലി. എനിക്ക് വയ്യ. അയ്യോ, അവിടെ ഇരിക്ക്. മതിയായി അഴിമതിക്ക, മതിയായി. എന്റെ മോൻ എന്നെ അടിച്ചു. എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുക. അതിന്റെ കാരണക്കാരൻ ആരാ സദാനന്ദ? അന്റെ മോനെ അതിന് പ്രാപ്തനാക്കിയ ഇയ്യന്നല്ലേ, അന്റെ കുടിയല്ലേ? അയ്യോ, എന്താ പറ്റിയത്? ഒന്ന് പിടിക്ക്. കലഹം പകരും ലഹരി, കുടുംബ കലഹം ചൊരിയും ലഹരി. പോയി വണ്ടി വിളിക്കടാ. മോനെ ചെല്ല്. എന്താ മോളെ, ടെസ്റ്റൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ 4 ദിവസം ആയില്ലേ? റിസൾട്ട് കിട്ടിയ അമ്മക്ക. എന്നാ പിന്നെ മരുന്നും വാങ്ങിയോട്ട് പോന്നൂടെയിരുന്നോ? വാ, ഞാനും കൂടെ വരാം, നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇല്ല അമ്മക്ക, കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂല. MVRലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. MVR? അതൊരു ക്യാൻസർ ആശുപത്രി അല്ലേ മോളെ? ആ അതെ, സദോട്ടിന് ക്യാൻസറാ. ഇന്നാ റിസൾട്ട് വന്നത്. ഒരുപാട് വൈകിപ്പോയിന്ന് ഡോക്ടർ പറഞ്ഞു. കുടിച്ചു കുടിച്ച് കരളും പോയിട്ടുണ്ട്. പടച്ചോനെ, എന്താ ഈ കേക്കണത്? മോളെ, എന്താ വെച്ചാ എടുക്കാനുള്ള എടുത്തോ, ഞാനും വരാം. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. എന്നോട് ക്ഷമിക്കണം. മോപ്പ്. നിങ്ങൾ രണ്ടാളും മാറിക്കണം. ലഹരി ഉപയോഗം നിങ്ങൾക്ക് നൽകിയ താക്കീതായി കണ്ടുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യരായി ബന്ധങ്ങളെ മുറുകെ പിടിക്കാൻ നോക്ക്. ഈ അവസ്ഥയിൽ മറ്റൊന്നും ചെയ്യാനില്ല. മരുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതി. ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ചെക്കപ്പിന് വരണം. അമ്മേ, എന്നെ കൊന്നു തരൂ. അമ്മേ, സാറേ, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ മോനെ രക്ഷിക്കണം. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവൻ 12 വയസ്സിലെങ്കിലും ലഹരി ഗുളിക കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മോനെ, വളരെ ചെറുപ്പം മുതൽ ഇവൻ ഉപയോഗിച്ച മയക്കുമരുന്നാണത്രേ എന്റെ കുട്ടിയെ ഒരു രോഗിയാക്കിയത്. ഇതെവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ മോനെ അത്രയ്ക്ക് വിശ്വസിച്ചു. അച്ഛനില്ലാത്ത ഇവനെ ഞാൻ ഒരു ദുഃഖവും അറിയിച്ചിട്ടില്ല.
ദുശീലങ്ങളൊന്നുമില്ലാത്ത എന്റെ സുഖമായിട്ട് മരിക്കുമ്പോ 6ാം ക്ലാസ്സിലായിരുന്നേ ഇവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. ഇവനില്ലാത്ത ലോകത്ത് ഞാനും ഉണ്ടാവില്ല. തെറ്റി പറ്റിപ്പോയി അമ്മേ, എനിക്ക് മാപ്പ് തരൂ, എന്നെ കൊന്നു തരൂ അമ്മേ. ഈ വേദന താങ്ങാൻ എനിക്കാവുന്നില്ല അമ്മേ, എന്നെ കൊന്നു തരൂ അമ്മേ. എന്റെ അമ്മ എനിക്ക് നൽകിയത് ഏറ്റവും വലിയ സമ്മാനമായി ഞാൻ എന്റെ മരണത്തെ കണ്ടോളാം. സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, കൊന്നു തരൂ, കൊന്നു തരൂ. ഏതൊരമ്മയ്ക്കാടാ നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിയ? എന്റെ ഭഗവാനെ, ഒരമ്മയെയും ഇങ്ങനെ പരീക്ഷിക്കരുതേ. അവൻ മരിക്കൂ, വേദന സഹിക്കാൻ കഴിയാതെ മരിക്കൂ. എന്നാൽ അവന്റെ പാവ അമ്മ മനസ്സിലെ വേദന സഹിച്ച് സഹിച്ച് ജീവച്ഛവമായി മരിച്ചു ജീവിക്കും. ആ അമ്മയുടെ വേദന ഞാൻ എൻ്റെ അമ്മയുടെ അല്ല, ഇതുപോലുള്ള ഒരുപാട് അമ്മമാരുടെ വേദനയായി കാണുന്നു. ലഹരി ഉപയോഗം ഒരു വ്യക്തിയല്ല, സമൂഹത്തെ ഒന്നടങ്കം കൊന്നൊടുക്കുന്ന മഹാവിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം ഒരു ഫാഷനായി കൊണ്ടിരിക്കുന്ന, ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന അഹങ്കാരം നടിച്ചു നടക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങളറിയാം. നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന പാതകളെ നിങ്ങൾ ചവിട്ടി താഴ്ത്തുകയാണ്. സംസ്കാര സമ്പന്നമായ സാമൂഹ്യ ബോധം വളരേണ്ട അവസരങ്ങൾ നിങ്ങളിലാണ് കൂടിക്കൊള്ളുന്നത്. നിങ്ങളുടെ ചെയ്തികളാണ് വരും തലമുറ പാഠമാക്കേണ്ടത്. ലഹരി വസ്തുക്കളെ അടിപ്പെട്ട് സമനില തെറ്റുന്നവർക്കായി മുക്കിലും മൂലയിലും ആശുപത്രി തളച്ചു തുടരുകയാണ്. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ സന്ദർശനം നടത്തിയാൽ പിന്മാറും മരണം ചോദിച്ചു വാങ്ങുന്ന ഈ ലഹരി ഉപയോഗത്തിൽ. ഗാനമൊരു ലഹരി, സ്നേഹമൊരു ലഹരി, ജീവിതമേ ലഹരി, ഇനിയുമെന്തിനു വേറെ ലഹരി. കലഹം പകരും ലഹരി, കുടുംബ കലഹം ചൊരിയും ലഹരി, വേദനയിൽ പുളയുമ്പോഴും യാതനയിൽ തളരുമ്പോഴും ഓർക്കുക കളയുക ലഹരി, ലഹരി, ലഹരി. നാടിനു വേണ്ടത് നന്മ, വീടിനു വേണ്ടത് കരുണ, കാരുണ്യലഹരിയിൽ അലിയുമ്പോൾ നമുക്കു വേണ്ടൊരു ലഹരികളിനി വേറെ. ഗാനമൊരു ലഹരി, സ്നേഹമൊരു ലഹരി, ജീവിതമേ ലഹരി, ഇനിയുമെന്തിനു